ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഷിജ സുരേഷ്. നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. വളരെ ചെറിയൊരു ഷോപ്പിംഗാണ്. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒപ്പം നമ്മൾ ഈ ആഴ്ച സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ വിലക്കുറവിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന തുണികളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നെയ്യാറ്റിൻകരയിലെ രാമചന്ദ്ര, തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയപ്പോൾ നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ സാരി സെക്ഷനിൽ നിന്ന് നമുക്ക് ഒരു ലോ റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സാരികളാണ് നമ്മൾ നോക്കി വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് പച്ചക്കളർ ഒരു സാരിയൊക്കെ നമ്മുടെ കണ്ണിലുടക്കി. പച്ചക്കളർ കാരണം നോക്കാൻ കാരണം നമുക്ക് മകൾക്ക് വേണ്ടിയിട്ട് നെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. പച്ചക്കളറാണ് നമ്മൾ എടുത്ത് സെറ്റേക്ക് വച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് പച്ച മതി എന്നുള്ളത് രണ്ടുപേർക്കും ഒരുപോലെ ഇടാം എന്നുള്ളതിൽ നിൽക്കണം. എന്നാലും പച്ച സെലക്ട് ചെയ്തില്ല. പിന്നെ നമ്മളൊരു 1.5 മണിക്കൂർ അവിടെ സെലക്ഷന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് നമ്മൾ ആ ഒരു സെക്ഷനിൽ തന്നെ കുറേ സമയം നമ്മളവിടെ വേസ്റ്റ് ചെയ്തു എന്നല്ല, നമ്മൾ കുറേ സമയം നമ്മളിങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നും നമ്മളെടുത്ത് നോക്കുമല്ലോ, ഇത് കൊള്ളാവോ എന്നുള്ളത്. ഞാനൊക്കെ ആണെങ്കിൽ പോയി കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്നു, വീട്ടിൽ പോരുന്നു, അത്രയേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞു ഇഷ്ടപ്പെട്ടു ആ മതി എന്നുള്ളതാണ്. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കാറില്ല, അങ്ങനെ ഒരുപാട് സമയം എടുക്കാറില്ല. ഈ ഒരു സാരിയൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഇവൾക്ക് മാത്രമല്ല, ഇവളുടെ ഒരു ഫ്രണ്ടിനൂടെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഓള് ഓഫീസിൽ പോയേക്കാണ്. ഉച്ചയ്ക്ക് ഇറങ്ങാമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഉച്ചവരെ വെയിറ്റ് ചെയ്തിട്ട് വന്നത്. പക്ഷേ അവൾ തേച്ചു നമ്മളെ. പിന്നെ നമ്മൾ ഉള്ള വീഡിയോ കോൾ വിളിച്ച് ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഫോണിൽ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ കളർ നല്ല വ്യത്യാസമുണ്ട്. മാത്രമല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവൾക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെയും കുറേ നേരം പരതി അവസാനം നമ്മൾ ആദ്യം എടുത്ത പച്ച സാരി തന്നെ സെലക്ട് ചെയ്തു. കുറേ മണിക്കൂർ പിന്നെ നോക്കുന്നുണ്ട്, 2 പച്ച സാരി ഇട്ടിട്ടോ. അപ്പോൾ ആ ടൈമിൽ ഇതാണോ നല്ലത് അതാണോ നല്ലത് എന്നുള്ളൊരു കൺഫ്യൂഷനായി. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ചയിലായിരുന്നു. ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഒരു പച്ച സെലക്ട് ചെയ്തു. നമ്മൾ ഡാർക്ക് ഗ്രീന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന് ലൈനിങ് എടുക്കാനായിട്ട് താഴേക്ക് വന്നു. വന്ന പാട്ട് ലൈനിങ് മുറിപ്പിച്ചിരുന്നുവെങ്കിൽ ആ സാരി എടുത്ത് നമ്മൾ അവിടെ നിന്ന് പോകുന്നതിന്. പക്ഷേ ലൈനിങ് നോക്കുന്ന സമയത്ത് നമുക്കവിടെ കുറച്ച് നെറ്റുകളൊക്കെ കണ്ടു. കാരണം എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓർഡറിന് വേണ്ടിയിട്ട് ഞാനൊന്നിങ്ങനെ വെറുതെ മെറ്റീരിയൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം കറങ്ങും. കാരണം ഏതെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ കൈക്ക് ഒതുങ്ങുന്നത് കിട്ടുമോ എന്നുള്ളത് ഞാൻ ഏത് കടയിൽ പോയാലും നോക്കും. അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു നെറ്റ് സെലക്ട് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന അത്രയും 20-21 മീറ്ററാണ് ആ കളർ ഉണ്ടായിരുന്നത്. അത്രയും ഞാൻ എടുത്തു. നമുക്ക് വേറെ എവിടെന്നെങ്കിലും അതിൻ്റെ ബാക്കി എടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ. പക്ഷേ ഈ ഒരു റെയർ കളറായത് കാരണം ഈ കളറ് നെറ്റ് എനിക്ക് പണി തന്നു. അത് ഞാൻ വഴിയെ പിന്നൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ നെറ്റ് മുറിച്ചെടുക്കുന്ന സമയത്ത് ഇവൾക്കൊരു ഐഡിയ തോന്നി. നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെടാത്തൊരു സാധനം നമ്മൾ വീട്ടിൽ കൊണ്ടു കഴിഞ്ഞാൽ എത്ര ഏതായാലും ഒരു തൃപ്തി ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ എടുത്ത സാരി ഉണ്ടല്ലോ, സെലക്ട് ചെയ്ത പച്ച സാരി, അത് നമ്മൾ നേരെ തിരിച്ച് താഴത്തെ സെക്ഷനിൽ തന്നെ സാരി സെക്ഷനിൽ തന്നെ കൊണ്ടുവച്ചു. വച്ചതിന് ശേഷം നമ്മൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് വന്നു. നമ്മുടെ എടുത്ത നെറ്റ് മാത്രം നമ്മൾ ബില്ല് പേ ചെയ്തു. പിന്നെ നമ്മുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ആ ഷോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറി അടുത്ത ഷോപ്പിലേക്ക് വിട്ടു. ഇത് 2ാമത്തെ ഷോപ്പാണ് കേട്ടോ രാമചന്ദ്ര. 3ാമത്തെ ഷോപ്പിലേക്ക് പോയി. കാരണം അത് നമ്മുടെ നാട്ടിലുള്ള ഷോപ്പാണ് കേട്ടോ. അവിടെ പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഇവിടെ എഡിറ്റ് ചെയ്യുന്നത്. കാരണം അവൾ ആ പച്ച തന്നെ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് അതും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഞാൻ ആ മെറ്റീരിയൽസുമായിട്ട് മലപ്പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവബഹുലമായ മെറ്റീരിയൽസ്. ഇത് മകൾക്ക് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഇതിലുണ്ട് കേട്ടോ. കുട്ടിക്ക് നമ്മൾ ചെയ്യുന്നത് നെറ്റിലാണ്. സാറ്റൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ നെറ്റ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് നെറ്റ്. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ നമ്മൾ മോമിന് നമ്മൾ എടുത്തിട്ടുള്ള സാരിയാണ്. ഉണ്ടോ, നമ്മൾ വിചിത്ര സിൽക്കിൻ്റെ സാരി ഉണ്ടല്ലോ, ആ സാരിയാണ്. വളരെ ലോ ബഡ്ജറ്റിലൊക്കെ നമുക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ പറ്റിയൊരു മെറ്റീരിയലാണ് ഇത്. നമുക്കൊരു വിചിത്ര സിൽക്ക് നമുക്ക് വർക്ക് ചെയ്ത് പ്ലെയിൻ സാരിയാണ്. അപ്പോൾ ഇത് നമുക്ക് വർക്ക് ചെയ്തൊക്കെ എടുക്കാനായിട്ട് പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത് വില കുറവാണ്. ഒരു 340-360 ആ റേഞ്ചിനൊക്കെ കിട്ടും. ഇതിൻ്റെയും കുറഞ്ഞതുണ്ട്, പക്ഷെ അതിനും ഒന്നും വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല. ഒറ്റ ദിവസത്തെ യൂസൊക്കെ പറ്റുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. വർക്കൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെ വേണം. അപ്പോൾ ഇതൊരു അങ്ങനെ ക്വാളിറ്റിക്ക് കുറവൊന്നുമില്ല, നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ്.
ഇവർക്ക് രണ്ടാൾക്കും കൂടെയാണ് ഈ ക്രേപ്പിൻ്റെ ലൈനിങ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്കൊരു ടാസ്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹാൻഡ് വർക്ക് കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഇത്തിരി ടൈം പിടിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളൊരു ഫസ്റ്റ് പ്രിഫറൻസ് എന്ന രീതിക്ക് എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം ഈ ആഴ്ച തന്നെ നമുക്കിത് ഇവിടെ നിന്ന് അയച്ച് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടതാണ്, നാട്ടിലെത്തിക്കേണ്ടതാണ്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ബ്ലൗസുകളാണ്. കട്ടിങ് ബ്ലൗസുകളുണ്ടല്ലോ, സാധാ ബ്ലൗസുകൾ, സാരി ബ്ലൗസുകൾ, അങ്ങനെ കുറച്ചധികം ബ്ലൗസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് എന്തായാലും കൊടുക്കണം, അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് ഇത്രയും ഉള്ളത്. അപ്പോൾ നമ്മുടെ ഒരു പ്ലാനാണ് ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഈ ഒരാഴ്ചത്തെ തുണികളാണ്. ഇതൊരു 2-3 ദിവസം കൊണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് തീർക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് കൊടുക്കാനുള്ളത് തൊട്ടടുത്ത് തന്നെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അയക്കാനുള്ളതാണ്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ളതാണ്. ബ്ലൗസൊക്കെ നമുക്ക് അബിയുടെ സ്കൂളിലെ ടീച്ചറുടേതും ഒക്കെയാണ് ബ്ലൗസുകൾ. പിന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഇത് നമുക്ക് എൻ്റെ കസിൻ സിസ്റ്റർക്കുള്ളതാണ്, കസിൻ സിസ്റ്റർക്ക് മകൾക്കുള്ളതാണ്. അപ്പോൾ അവർക്ക് 2 പേർക്കുള്ളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അവർക്ക് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവളെന്നെ കൊല്ലും. അതുകൊണ്ട് എന്തായാലും ഞാനത് നേരെ സ്റ്റിച്ച് ചെയ്യും. കാരണം അവൾക്ക് തയ്ക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വട്ടം നോക്കേണ്ടടുത്ത് ഒരു 3-4 വട്ടം അല്ല 10 വട്ടമെങ്കിലും നോക്കിയിട്ടേ ഞാൻ തയ്ക്കുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവൾ കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനുണ്ട്. ഇതും അത്യാവശ്യമാണ്. അവർക്ക് 24-ാം തീയതി 23-ാം തീയതിത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു 2 ദിവസത്തിനകത്ത് നമുക്കിത് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ബ്ലൗസുകൾ. അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫുൾ വീഡിയോ, അതായത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കേ, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.